വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഈ വെള്ളം തന്നെയാണ് നമ്മളെല്ലാത്തിനും ഉപയോഗിക്കുന്നത്. നേരത്തെ നമുക്ക് വാഷിംഗ് മെഷീനിലൊക്കെ ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ചുമന്ന വെള്ളമായതുകൊണ്ട്. വെള്ള തുണിയൊക്കെ അങ്ങ് കളർ മാറുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ആ ഒരു പ്രോബ്ലമേ ഇല്ല. അപ്പോൾ ഇതിപ്പം കംപ്ലീറ്റ് ഫെറിക് ഓക്സൈഡ് ആകും. ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഫെറസ് ഫെറിക് ആകും. അത് ചുവപ്പ് നിറമായിരിക്കും. എന്നിട്ട് അവന് അനക്കാതെ 6 മണിക്കൂർ വെച്ചിരുന്ന അനക്കാതെ ഇട്ടേക്കുക. 12 മണിക്കൂറാണെങ്കിൽ ഏറ്റവും നല്ലത്. സുഹൃത്തുക്കളെ, നമ്മളിപ്പം ഈ പൈപ്പിൽ നിന്ന് എടുത്ത വെള്ളമാണ്. ഇത് പ്യൂരിഫയർ ഒന്നും ഇത് ഫിറ്റ് ചെയ്തിട്ടില്ല, അല്ലാതെ ഉള്ള വെള്ളമാണ്. ഇത്രയും പ്രോസസ്സ് ചെയ്യാൻ ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് ഉപകാരപ്പെടും, ഇനിയും ഉപകാരപ്പെടും. അതായത് ഏറ്റവും കൂടുതൽ ഇപ്പം വയലുകളൊക്കെ നികത്തി വീട് വെക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇതേപോലെ ഓരിന്റെ വെള്ളമൊക്കെ വരും. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. അതായത് ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വെള്ളം എടുത്ത് കുടിച്ചു നോക്കാം. അത്ര ധൈര്യത്തിൽ നമുക്ക് പറയാം. 100% അല്ലേ? അതെ, മാർഷ് ഏരിയയിലാണ് ഞാൻ ഈ വീട് പണിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വെള്ളം ധാരാളം ഇവിടെ കിട്ടും. ഒരു ക്ഷാമവും വെള്ളത്തിനില്ല. പക്ഷേ വെള്ളം മുഴുവനും അയൺ കണ്ടന്റ് ഉള്ളതാണ്. 4 ppm ആണ്. അത് ഉപയോഗിക്കാനേ പറ്റില്ല. ചുമന്ന നിറപ്പാണ്. ഇപ്പോൾ തുറന്ന് കാണിക്കുമ്പോൾ മനസ്സിലാകും നല്ല റെഡ് കളർ കിടക്കുകയാണ്. പക്ഷേ അത് ഫെറിക് ഓക്സൈഡാണ്. അത് വെള്ളത്തിൽ അരിയുന്ന സാധനമല്ല, മണ്ണ് പോലെയുള്ളത്. അപ്പോൾ സാധാരണ കിണറിന് അടപ്പ് കൊടുക്കരുതെന്നൊക്കെ ആളുകൾ പറയും. അടപ്പ് കൊടുത്തു കഴിഞ്ഞാൽ സൺലൈറ്റ് കയറില്ല. പക്ഷേ തുറന്നിട്ടേക്കുന്ന കിണർ വളരെ മലീമസമാകാൻ വളരെ സാധ്യതയുണ്ട്. ഒരിക്കൽ എൻ്റെ കിണറ്റിനകത്ത് പാമ്പിനെ കണ്ടു, ചെറിയൊരു പാമ്പിനെ. ഒരു കാക്ക അതിനെ കൊണ്ടുവന്നാണ് ഇവിടെ തിന്നാൻ നോക്കി, കയ്യിൽ നിന്ന് വീണ് പോയത് കണ്ടത്. പിന്നെ എടുത്ത് കളയായിരുന്നത്. അതുപോലെ ആളുകൾ തന്നെ വരുന്നവർ ശ്രദ്ധിക്കാതെ ഇത് വെള്ളം മലിനമാക്കുന്നുണ്ട്. ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടി കവറിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കവറിട്ട് കഴിഞ്ഞപ്പം അത് സൺലൈറ്റ് കിട്ടാതിരിക്കുന്നത് അത് ശരിയാണ്. അൾട്രാവയലറ്റ് റേയാണ് ഈ അണുക്കളെയൊക്കെ നശിപ്പിക്കുന്നത്. അത് മൂടി ഇട്ട് കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല. അതിനുവേണ്ടി ഞാൻ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, ഇത് നല്ല ട്രാൻസ്പെറൻ്റ് ആണ്. ഇപ്പം പൊടിയൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ തുടച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയാവുന്നത്. അതിനുള്ളൊരു മെറ്റീരിയലാണ്. UV റേസ് അടിച്ചാലൊന്നും കേടുവരാത്ത മെറ്റീരിയലാണ്. പോളി കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതുണ്ട്. ഇതിപ്പോൾ വെച്ചിട്ട് 5 വർഷത്തിൽ കൂടുതലായി. ഇതേവരെ യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഇത് വളരെ ഈസിയായിട്ട് തുറക്കാം. വളരെ ഇതൊരു നല്ലൊരു ഐഡിയ ആണല്ലേ. സാധാരണ നമ്മൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രില്ല് വെച്ചടിച്ച് കമ്പികളൊക്കെ വെച്ച് അതിന് പ്രയോജനമൊന്നുമില്ല. അതിനകത്ത് വീഴും. പിന്നെ അതിന്റെ മണ്ട വേറൊരു വല ഇടണം. പൊടി തന്നെ വീഴുമല്ലോ. പൊടി നമ്മുടെ അറ്റ്മോസ്ഫിയർ പൊടി നമ്മുടെ പാത്രത്തിൽ വെള്ളം എടുത്ത് വെക്കുക. 2 ദിവസം കഴിയുമ്പോൾ അതിന്റെ മുഴുവൻ പൊടിയായിരിക്കും. മേശപ്പൊടി വീഴുന്നില്ല. അതുപോലെ ഇതിനകത്ത് വീഴുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കുന്നത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആവശ്യത്തിന് നമുക്ക് പൂട്ടിട്ട് പോവുകയും ചെയ്യും. പൂട്ടിട്ട് പോകാം. ഒരു നമ്മളെ ഉപദ്രവിക്കണം എന്നുള്ളവർക്ക് പോലും ഇതിനകത്ത് അത്ര എളുപ്പമൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഇതിനകത്ത് ഒരുപാട് ഉണ്ട്. ഇത്രയും 2 മോട്ടർ എയറേറ്റ് ചെയ്ത് കാണിക്കട്ടെ. 2 മോട്ടറാണോ 3 മോട്ടറോ? 2 മോട്ടർ. രണ്ടല്ല, കംപ്രസറും ഉണ്ട്. അതിവിടെ കണക്ട് ചെയ്തിരിക്കുക. ഇപ്പൊ ഇതിനകത്ത് ഒരു ഉണ്ടല്ലേ. പിന്നെ ആ സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഇപ്പം ഒന്ന് കലക്കാം. എയറേറ്റർ ഒന്നും ഇടാം. ഇടുമ്പോൾ കണ്ടോ കണങ്ങി വരുന്നുണ്ട്. സോമിയേ, എയറേറ്റർ ഒന്നിട്ട്, കംപ്രസർ ഒന്നിട്ട്. ഇതൊക്കെ പേപ്പർ വന്നതാണ് കേട്ടോ. കംപ്രസർ ഒന്നിട്ട്. അടിയിലാണ് അവിടെ നിൽക്കുന്ന എയറേറ്റർ. ഇത് കംപ്രസറിൽ നിന്ന് തന്നെ പൈപ്പാണ്. ഉണ്ടോ, എയറാണ്, ചെറിയ ബബിൾസ് ഓഫ് എയർ. നോക്കി നിറം നോക്കിക്കൊണ്ട് ഇപ്പോൾ തെളിഞ്ഞു കിടന്ന വെള്ളമില്ലേ മേളിൽ. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഫെറസ് ഓക്സൈഡാണ് കിടക്കുന്നത്. ഫെറസ് കംപ്ലീറ്റ് ഫെറിക്കായിട്ട് മാറും. ഓക്സിജൻ കിട്ടും. ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ കിട്ടുന്ന അങ്ങനെയുണ്ട്. ചുമന്ന ബ്രൗൺ പൗഡർ. ഈ കളർ ഉള്ള വെള്ളം നമ്മൾ പിന്നെ എങ്ങനെയാ? അപ്പൊ ഇതിപ്പം കംപ്ലീറ്റ് ഫെറിക് ഓക്സൈഡ് ആകും. ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഫെറസ് ഫെറിക് ആകും. അത് ചുവപ്പ് നിറമായിരിക്കും. എന്നിട്ട് അവന് അനക്കാതെ 6 മണിക്കൂർ വെച്ചിരുന്ന അനക്കാതെ 12 മണിക്കൂറാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പൊ ഈ ടോപ്പ് മുഴുവൻ നല്ല തെളിഞ്ഞ വെള്ളം. ഇപ്പൊ കണ്ടില്ലേ, തെളിഞ്ഞ വെള്ളമാകും. അടിയിലാകും. ഇതെല്ലാം അടിയിലാകുമ്പോൾ ഇത് ദിവസം അടിച്ച് കളയണം. അടിയത്തെ വേസ്റ്റ്. രണ്ടാമത്തെ പമ്പ് എന്ന് പറഞ്ഞില്ലേ, അത് കിണറിൻ്റെ അടിയിൽ നിന്ന് വരുന്നതാണ്. അതിപ്പോൾ കാണിക്കാം. അങ്ങോട്ട് നോക്കണേ, അത് കണ്ടോ? അതല്ലേ. അതിൻ്റെ ഫോട്ടോ എടുക്കാം. അടുത്തോട്ട് പോയാൽ മതി.
രാവിലെ ഇങ്ങനെ അടിച്ച് കളഞ്ഞാൽ കേട്ടോ, അല്ലെങ്കിൽ കണ്ടവനം കണ്ടതിന്. സാറേ ഇപ്പൊ ഇത് അടിച്ച് കളയുന്നത് അത് എന്തുവാ സംഭവം? അത് ഇതിന്റെ അടിയിൽ വന്ന് കിടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അടിയിൽ കിടക്കുന്നതിനെ വേസ്റ്റ് കളയുക, വേസ്റ്റ് മൊത്തം കളയുക. ആ പമ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വേസ്റ്റ് മുഴുവൻ പോകുമ്പോൾ അങ്ങ് വെള്ളം തെളിയും. ഇപ്പം ഇതങ്ങ് തെളിയും. ഇത് തെളിയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിണറും തെളിയും. കിണറിനകത്ത് അഴുക്കകത്ത് നല്ല ഭാഗം പോയി, മുഴുവൻ പോകത്തില്ല. നല്ല ഭാഗം ഡെയിലി ഇങ്ങനെ അടിച്ച് കളയുമ്പോഴുണ്ടല്ലോ പുതുതായിട്ട് ഫോം ചെയ്യുന്നതെല്ലാം പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ടോപ്പിൽ നല്ല വെള്ളം കിട്ടും. ഇത് ഉപയോഗിക്കാൻ കൊള്ളാമോ? ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിന് അങ്ങനെ ആകുമ്പം നമ്മൾ പിന്നെ വാട്ടർ പ്യൂരിഫൈ വേറെ വെച്ചിട്ടുണ്ട്? വേണ്ട, ഒന്നും വെച്ചിട്ടില്ല. ഇതിന്റെ ടോപ്പിൽ നിന്ന് പമ്പ് ചെയ്യത്തേ ഉള്ളൂ. പിന്നെ വാട്ടർ പ്യൂരിഫൈ ഒന്നും വേണ്ട, ഒന്നും ആവശ്യമില്ല ശരിക്കും. ഇപ്പൊ ഇത് തീർന്ന് ഇനിയും വെള്ളം പമ്പ് ചെയ്തെടുക്കുന്ന കാണിക്കാം. വേറൊരു മോട്ടർ ഇരിക്കുന്ന കണ്ടില്ലേ? ഇനി അടുത്ത മോട്ടർ, 2 മോട്ടർ കാണിച്ചതിനെത്തി. ഈ മോട്ടർ, ആ മോട്ടർ 3 പൈപ്പാണ്, സക്ഷൻ പൈപ്പ് 3 എണ്ണം കൊടുത്തിരിക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ കിണറ്റിലെ വെള്ള ലെവൽ മാറത്തില്ലേ, മഴക്കാലത്ത് ഇങ്ങനെ കയറി വരുമ്പോൾ താണ്ട് ഈ പൈപ്പ് ഉണ്ടല്ലോ, ആ പൈപ്പിൽ നിന്ന് ആയിരിക്കും വെള്ളം എടുക്കുന്നത്. കാരണം മേളിലാണല്ലോ എപ്പോഴും നല്ല വെള്ളം. അപ്പോൾ അവിടുന്ന് പമ്പ് ചെയ്തെടുക്കും. അതിന് വെള്ള ലെവൽ താഴുമ്പോൾ അടുത്ത ഇത് അടച്ചിട്ട് മറ്റേ തുറക്കും. അപ്പോൾ വെള്ളം എടുക്കുന്നത് അതിൽ നിന്നായിരിക്കും. അക്യൂട്ട് വേനൽക്കാലം വരുമ്പോൾ 3ാമത്തേത് അത് തുറക്കും. ഇപ്പോൾ വെള്ളത്തിൻ്റെ കളർ കണ്ടോ, എയർ കൊടുത്തപ്പം. ഇനി ഇതിങ്ങനെ കിട്ടുന്നാൽ മതി. ഇട്ട് കഴിഞ്ഞാൽ നാളെ നേരം വിളക്കുമ്പോൾ ഈ ടോപ്പ് മുഴുവൻ തെളിഞ്ഞ വെള്ളമായിരിക്കും. എന്നിട്ട് ഈ ഫുട്ബോൾ വ്യൂ എടുക്കുമ്പോൾ മേളത്തെ വെള്ളം നല്ല വെള്ളമായിരിക്കും. അന്നേരം ഏത് ഫുട്ബോൾ എടുക്കുന്നത്? ഇപ്പോൾ എടുക്കുന്നത് രണ്ടാമത്തെ. 3ാമത്തെ എടുക്കാനായിട്ടില്ല, ഒന്നുകൂടെ വെള്ളം താഴണം. അപ്പോൾ അത് ബാക്കി 2 അടച്ചിട്ട് മറ്റേ തുറക്കും. ഇപ്പം ഇത് മാത്രമേ തുറന്നിട്ടുള്ളൂ, 2ാമത്തെ മാത്രമേ തുറന്നിട്ടുള്ളൂ. ഇപ്പം അതിലാണ് എടുക്കുന്നത്. ഇപ്പം കലക്കലാണ്, പക്ഷേ 5-6 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇത് കലക്കലിൽ സെറ്റിൽ ചെയ്ത് മേളിൽ നില തെളിഞ്ഞിട്ട് നമ്മൾ അടിച്ച് ടാങ്ക് എടുക്കുക, ടാങ്കിനകത്ത് മാക്സിമം അടിച്ചിട്ട് അടയ്ക്കുക. എന്നിട്ട് ഈ വെള്ളം നമ്മുടെ പ്യൂരിഫൈ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന നല്ല ഗ്ലാസ്സിനകത്ത് എടുക്കുക. എന്ന് വെച്ചാൽ പൂക്കളൊന്നും വരയ്ക്കാത്ത കാണണം, പ്ലെയിൻ ഗ്ലാസ്സിനകത്ത്. ടാങ്ക് കിടക്കുന്ന വെള്ളം കാണിക്കാം. പൂക്കളൊന്നും ഇല്ലാത്ത ഗ്ലാസ്. ഇപ്പൊ നമ്മുടെ ഈ ഒരു വസ്തുവിൽ എവിടെ കുഴിച്ചാലും ഇതേ വെള്ളം തന്നെ ആയിരിക്കും. നോക്കിയോ, വെള്ളം അങ്ങനെ ഒന്ന് പിടിച്ചു നോക്കി, കുടിക്കണേ കുടിക്കാം. ഇതാണല്ലേ? അപ്പൊ വിശ്വസിക്കുമോ ഈ വെള്ളം ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട്? അയ്യോ, വാട്ടർ പ്യൂരിഫൈ ഒന്നും ഇല്ലാതെ? വേണ്ട, ഒന്നും ആവശ്യമില്ല. ഈ പൈപ്പിൽ നിന്ന് എടുത്തു വിട്ടേ ഈ പൈപ്പിൽ നിന്ന് കിടക്കും. ഈ പൈപ്പോ അതിൽ നിന്ന് കിടക്കും. ആദ്യം എടുത്ത വെള്ളം അല്ലേ? ഒരു വാട്ടർ പ്യൂർ വേണ്ടല്ലോ, പൈപ്പിൽ നിന്ന് എടുത്തിരിക്കുന്ന നല്ല കണ്ണാടി പോലെ. ഇത് ഇത്രയും ചെയ്യാനൊക്കെ ഒന്നും ഒരു മനുഷ്യൻ വിചാരിച്ചല്ലോ. ഇവിടെ വാട്ടർ അതോറിറ്റി ഒക്കെ പറയുന്നത് 2010 ഞങ്ങൾ വീട്ടിൽ താമസമായത്. അന്ന് ഈ വെള്ളം കുടിക്കാനേ കൊള്ളത്തില്ലായിരുന്നു, നല്ല കംപ്ലീറ്റ് ചുമന്ന നിറത്തിലിരിക്കുന്നു. പിന്നെ കുടിവെള്ളം അന്നേരം വാങ്ങിക്കുമായിരുന്നു. അതിന് ശേഷമാണ് പുള്ളിയുടെ മനസ്സിലിങ്ങനെ തോന്നിയ ഒരു അടിയെ വെച്ച് പിന്നെ വെള്ളം ശരിയാക്കി എടുത്തത്. കംപ്ലീറ്റ് ഏരിയേറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ pH ഒക്കെ ഇപ്പം കറക്റ്റായിട്ടിരിക്കുന്നു. അത് പിന്നെ കൊല്ലത്ത് കൊണ്ടുപോയി എല്ലാം എൻ്റെ വാട്ടറിൻ്റെ pH എല്ലാം കറക്റ്റ് നോക്കിയപ്പോഴും ഇപ്പം എല്ലാം കറക്റ്റായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഈ വെള്ളം തന്നെയാണ് നമ്മളെല്ലാത്തിനും ഉപയോഗിക്കുന്നത്. നേരത്തെ നമുക്ക് വാഷിംഗ് മെഷീനിലൊക്കെ ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ചുമന്ന വെള്ളമായതുകൊണ്ട്. വെള്ള തുണിയൊക്കെ അങ്ങ് കളർ മാറുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ആ ഒരു പ്രോബ്ലമേ ഇല്ല. വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇതിങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സാർ അതിനായിട്ട് ഹെൽപ്പ് ചെയ്യും? ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഹലോ സാറേ, ഞാൻ ഡയൽ വിഷൻ മീഡിയ കേട്ടോ. ഡയൽ വിഷൻ മീഡിയ എന്ന് വിളിക്കുക. ഞാനിവിടെ വന്ന് മറ്റേ കിണറിന്റെയും ആ ഊരിന്റെയും ഒക്കെ ഇത് എടുത്തായിരുന്നു. അന്നേരം അവിടെ സാറിന്റെ വീട്ടിലും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്നേരം സാറിന്റെ ഒരു അഭിപ്രായം എങ്ങനെ ഉണ്ട്, ഇതുവരെ ഉപയോഗിച്ചത് എങ്ങനെ ഉണ്ട്? ആ, മറ്റ് കെമിക്കലുകളോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ? മറ്റ് കെമിക്കലുകളോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതില്ലേ നമ്മളിത് ചെയ്തെടുക്കുന്നേ? അല്ലാതെ വാട്ടർ പ്യൂരിഫൈ പ്രത്യേകം വാങ്ങിച്ച് വെച്ചിട്ടൊന്നുമില്ലല്ലോ?
എന്ത് ചെലവ് വരും ഇങ്ങനെയുള്ള ഒരു? ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. കിണറ്റിനകത്ത് ചെയ്യാം. ഞാൻ കിണറ്റിനകത്താണ് ചെയ്ത്, ചിലവ് കുറവുണ്ട്. അതുകൊണ്ട് ഇതിന് കിണറ്റിനകത്ത് ചെയ്യുമ്പോൾ ഒരു 10-15,000 രൂപ വരും. 15,000 ചെലവ് വരും. കംപ്രസറിൻ്റെ വില 6,000-7,000 രൂപ വരും കംപ്രസറിന്, എയർ കംപ്രസർ. പിന്നെ ഈ പൈപ്പിലിൻ്റെ വർക്കുകൾ, പിന്നെ ഈ കവർ ഉണ്ടാക്കി ഇടുന്നതിനുള്ള ചിലവെല്ലാം കൂടെ 10-15,000 രൂപ കൂട്ടാം. അതേസമയം ടാങ്ക് വെച്ചിട്ട് ടാങ്കിനകത്ത് ചെയ്യുന്നതാണ് എഫക്റ്റീവ് ഒന്നുകൂടെ. അതിനാണെങ്കിൽ ചിലവ് ഒന്നുകൂടെ കൂടും, 10-60,000 രൂപ വരും. കൊല്ലത്ത് ഞാൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. അദ്ദേഹത്തിന് വലിയ പൈസ ഉള്ള ആളാണ്, 10-12 കാറ് സ്വന്തമായിട്ടുള്ള ആളാണ്, പ്രൈവറ്റ് യൂസിനുള്ളതാണ്. അദ്ദേഹം രഘുനാഥൻ നായരെന്നാണ് പേര്. അദ്ദേഹം നാഷണൽ ഹൈവേയുടെ കോൺട്രാക്ടറായിരുന്നു. പുള്ളി പറഞ്ഞ് ചിലവ് ഒരു പ്രശ്നമല്ല, എത്ര ടാങ്ക് വേണം പറഞ്ഞാൽ എല്ലാം ചെയ്തു തന്നു. 3000 ലിറ്ററിൻ്റെ ടാങ്ക് വെക്കാൻ പറഞ്ഞു, 1000 ലിറ്റർ വേണമെന്നുണ്ട്, 2000 ലിറ്ററിൻ്റെ. അത് അപ്പോഴും തന്നെ വാങ്ങിച്ചത് വെള്ളം നടന്നത് തന്നെ, പുറവും വെള്ളം നടന്നത് വളരെ കോസ്റ്റ്ലിയുള്ള ടാങ്ക്. അത് വാങ്ങിച്ച് വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഫിറ്റിങ്ങെല്ലാം ചെയ്തത്. ഈ റേറ്റ് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്താണ് ഇവിടെ വർക്ക്ഷോപ്പിൽ. അതും വെച്ച് കഴിഞ്ഞിട്ട് അത് 2019 കൊടുത്തു. ഇത് 2018 ചെയ്തതാണ്. ഇത് പത്രത്തിലൊക്കെ വന്നതിന് ശേഷമാണ് അദ്ദേഹം എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ 19 ചെയ്തതിന് ശേഷം ഇപ്പോൾ വർഷം 6 കഴിഞ്ഞു. ഇതേവരെ ഒരു പൈസ പോലും മെയിൻ്റനൻസ് ആയിട്ടില്ല, ഇതേവരെ ബ്രേക്ക് ഡൗണും വന്നിട്ടില്ല. അത് അദ്ദേഹം പലരോടും പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ബ്രേക്ക് ഡൗണും വരത്തില്ല, കാരണം ഇതിനകത്ത് വളരെ സിമ്പിൾ ടെക്നോളജിയാണ്, വളരെ എഫക്റ്റീവാണ്. അങ്ങനെ ഒരുപാട് പൈസ മുടക്കി, ലക്ഷക്കണക്കിന് രൂപ മുടക്കി നേരത്തെ കോയമ്പത്തൂർ ക്രോസ് ഫീൽഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ വാട്ടർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് വെച്ചിരുന്നു. പക്ഷേ വലിയ മെനക്കേടാന്ന് പറഞ്ഞു. 4 കെമിക്കൽ, ആലം, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ബ്ലീച്ചിങ് പൗഡർ, ക്ലോറിൻ, ഇങ്ങനെ 4 കെമിക്കൽസ് സിലിണ്ടറിൽ കിട്ടും. അത് വെച്ചിട്ട് പമ്പൊക്കെ വെച്ച് അടിച്ച് വെള്ളത്തിൽ കയറ്റി പിന്നെ അത് ഫിൽറ്റർ ചെയ്യണം. ഇതിവിടെ ഫിൽറ്ററിങ്ങേ ഇല്ല, ഗ്രാവിറ്റി സെഗ്രിഗേഷനാണ് ഇതിനകത്ത്. അതായത് നമ്മുടെ ഫെറിക് ഓക്സൈഡിന് 5.24 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി. അതായത് വെള്ളത്തിനേക്കാളും 5-ൽ കൂടുതൽ ഇരട്ടി അതിന് ഭാരമുള്ളതാണ്. അത് കാരണം ചുമ്മാ കുലുക്കാതെ വെച്ചിരുന്നാൽ മതി. ഇത് ഫെറിക് ഓക്സൈഡ് കംപ്ലീറ്റ് അങ്ങ് അടിയിൽ പോകും. മുകളിൽ വരുന്ന നല്ല വെള്ളമാണ്, അതാണ് പമ്പ് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 3 ഫുട് വാൽവ് വെച്ചിരിക്കുന്നത്. കിണറ്റിലെ വെള്ളം ലെവൽ മാറുന്നതുകൊണ്ടാണ് 3 വയ്ക്കുന്നത്. പക്ഷേ ടാങ്കിലാണ് അതിൻ്റെ ആവശ്യമില്ല. ആ ടാങ്കിൻ്റെ മധ്യഭാഗത്ത് നിന്ന് ഒരു എൽബോ വെച്ചിട്ട് പൈപ്പുമായിട്ട് കണക്ട് ചെയ്താൽ മതി. അതിൽ കൂടെ പ്യൂരിഫൈഡ് വാട്ടർ 12 മണിക്കൂർ കൊടുത്താൽ മതി. ഇവിടെ കിട്ടുന്ന വെള്ളം ഫ്രീ ഓഫ് അയൺ കണ്ടാമിനേഷൻ ആയിരിക്കും, നല്ല വെള്ളമായിരിക്കും. ഞാനിപ്പോൾ കാണിച്ചില്ല, ടാപ്പിൽ നിന്ന് തന്നെ എടുത്ത് കാണിച്ചതാണത്. സാറേ, ഇത് വേറെ മരുന്നുകളോ കാര്യങ്ങളൊന്നും നമ്മൾ ഒരു കെമിക്കലും ഇല്ല, ഫിൽറ്ററിങ് പ്ലാന്റേ ഇല്ല. ഗ്രാവിറ്റി സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് രണ്ടാക്കുന്നത് ഗ്രാവിറ്റി കൊണ്ടാണ്. അപ്പോൾ ഇത് ഗ്രീൻ ടെക്നോളജി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഒരു ബൈ പ്രോഡക്റ്റോ മോശമായിട്ടുള്ള സാധനം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതിനെ ഗ്രീൻ പ്രോസസ്സ് എന്നാണ് പറയുന്നത്. ഗ്രീൻ ഇത് ഗ്രീൻ പ്രോസസ്സിനകത്ത് വരേണ്ടതാണ്. ഞാനിപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഞാൻ നടുവർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ പലരും ഇവിടെ നോക്കി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, സാമ്പത്തികം കുറവുള്ളവർക്കൊക്കെ. 1 ഗ്ലാസ് വെള്ളം എടുക്കാം, നേരത്തെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഈ വീട്ടിലെ പൈപ്പിനകത്ത് നിന്ന് എടുക്കുന്ന വെള്ളം നമുക്കൊന്ന് കണ്ടുപോകാം. അതായത് കലങ്ങിയ ആ കിണറ്റിലെ വെള്ളം നമ്മൾ കണ്ട്, ഇന്ന് പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം കണ്ടോ. അത് ഈ കാണുന്ന വെള്ളമാണ് പൈപ്പിൽ നിന്ന് എടുത്ത വെള്ളം. നല്ല കണ്ണാടി പോലെ തിളങ്ങുന്ന വെള്ളമാണ്. കുടിച്ചൂടെ കാണിച്ചു. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ നമ്പറിലൊന്ന് സാറിനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സാറ് അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു തരും.